ഹലോ ഗെയ്സ്, നമ്മളിന്ന് പോകാൻ പോണത് പാലരുവി വെള്ളച്ചാട്ടം. ഗൂഗിൾ നിങ്ങൾ പാലരുവി വെള്ളച്ചാട്ടം എന്ന് അടിച്ചാൽ തന്നെ കാണാം. ടോപ്പ് 3 വെള്ളച്ചാട്ടത്തിൽ ഒന്നാണ് പാലരുവി വെള്ളച്ചാട്ടം കേരളത്തിലെ. ഇത് ലൊക്കേറ്റ് ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ ആര്യങ്കാവ് എന്ന സ്ഥലത്താണ്. ഇതിലോട്ട് പോകുന്ന സമയത്ത് ഈ സ്ഥലത്തേക്ക് പോണ വഴിയിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളും കാഴ്ചകളും കാണാം. കൊച്ചു കൊച്ചു കടകളും കൊച്ചു കൊച്ചു വീടുകളും എല്ലാം നമുക്കവിടെ കാണാം. പിന്നെ ആ വ്യൂ ഒക്കെ പോണ വഴി കിട്ടുന്ന വ്യൂസ് ഒന്നും മിസ് ചെയ്യാനേ പറ്റത്തില്ല. നമ്മളവിടെ നിന്ന് വണ്ടി നിർത്തി നോക്കിപ്പോവും. അത്രയും നൈസ് വ്യൂ, നല്ല വഴി, എല്ലാം കൊള്ളാം. ആ ഒരു ക്ലൈമറ്റും തണുത്ത കാറ്റും ഒന്നും പറയില്ല. പിന്നെ നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞ് അകത്ത് കയറുമ്പോഴത്തേക്ക് വണ്ടി പാർക്കിങ്ങിനും അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കുന്നതിനും വലിയ എമൗണ്ട് ഒന്നുമില്ല, തുച്ഛമായ എമൗണ്ടേ ആവുന്നുള്ളൂ. ആ ടിക്കറ്റ് എടുക്കുന്നത് തന്നെ നമ്മൾ എത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ് ഈ ഒരു വെള്ളച്ചാട്ടം. അപ്പം അവിടെ നിന്ന് അവരൊരു ബസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ടൂറിസത്തിൻ്റെ തന്നെ ബസ്സാണ്. അപ്പം അതിനകത്ത് കയറി നമ്മൾ അവിടെ ആക്കിത്തരും. അപ്പം ബസ്സിൽ കയറി പോണ വഴി തന്നെ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. അങ്ങനെ അവിടെ എത്തി നമ്മളെ സ്ഥലത്തെത്തിക്കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നടന്നു പോകാനുള്ളതെല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എത്ര പ്രായമുള്ളവർക്ക് വേണമെങ്കിലും വന്ന് കാണാൻ പറ്റും. അങ്ങനെയാണ് അവരതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ആ കമ്പി വരികളെല്ലാം കെട്ടി വെച്ചേക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ അവിടെ ഒരുപാട് ഗാർഡ്സും കാര്യമെല്ലാം ഉണ്ട്. നമ്മളെ സേഫ്റ്റിക്കും നമുക്കൊരു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാനും എല്ലാം പറഞ്ഞു തരാനും എല്ലാം അവിടെ ആൾക്കാരുണ്ട്. പിന്നെ ആ വ്യൂവിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല ഗൈസ്. ഞാൻ എത്ര പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പക്ഷേ നിങ്ങൾ പോയി ഒന്ന് കണ്ടു നോക്കണം. ഞാൻ ഇത്രയും വിചാരിച്ചില്ല ഇത്രയും വലിയൊരു വെള്ളച്ചാട്ടമായിരിക്കുമെന്ന്. ഇതുവരെ പോയതിൽ വെച്ച് ഏറ്റവും വലിയ വെള്ളച്ചാട്ടം ഇത് തന്നെയായിരുന്നു. പറ്റുന്നവർ ഫാമിലിയായിട്ട് പോകാൻ നിൽക്കുന്നവരോ ഫ്രണ്ട്സായിട്ടോ ആരുമായിട്ട് വേണമെങ്കിലും ചെല്ലാം. ആർക്കും പോകാൻ പറ്റിയൊരു വെള്ളച്ചാട്ടമാണ്. വലിയ എക്സ്പെൻസോ ഒന്നും ആവുന്നില്ല, എല്ലാം തുച്ഛമായ പൈസ ആവുന്നുള്ളൂ. പിന്നെ അവിടെ തന്നെ അടുത്ത് ക്യാൻറ്റീനും എല്ലാ സെറ്റപ്പും അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ വൺ ഡേക്ക് പോകാൻ പറ്റിയ ബെസ്റ്റ് ഒരു സ്പോട്ട് തന്നെ. കുറേ നേരം ചെന്നിരിക്കാനും എല്ലാത്തിനും പറ്റിയ ഒരു നൈസ് സ്പോട്ട് തന്നെ ഇത്. നമ്മളെ തിരിച്ച് പിക്ക് ചെയ്യാൻ വന്ന ബസ്സിൽ അപ്പം തന്നെ അടുത്ത ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വന്നുകൊണ്ടിരിക്കും അവിടെ. എപ്പോഴും ആളും പേരായിരിക്കും അവിടെ, ഒന്നും പറയാനില്ല. നൈസ് ഒരു സ്പോട്ടായിരുന്നു. അപ്പം മാക്സിമം പറ്റുന്നവർ പോവുക. ഓക്കെ.